If A and B are two sets such that n of A equal to 100, n of B equal to 150, n of A intersection B equal to 50. Find n of 1, n of A union B and 2, n of A minus B. നമുക്ക് എൻ ഓഫ് എയും എൻ ഓഫ് ബിയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 4 ക്വാണ്ടിറ്റീസിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഇക്വേഷനാണ് എൻ ഓഫ് എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് കാണാതെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഇറ്റ്സ് ഈക്വൽ ടു എൻ ഓഫ് എ 100 ആണ്, എൻ ഓഫ് ബി 150 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 50. That's equal to 100 plus 150, 250 minus 15 വരും. That's equal to 200. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 200. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എൻ ഓഫ് എ മൈനസ് ബി ആണ്. ഓർക്കുക, എ മൈനസ് ബി നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എയിൽ നിന്നും എയിലെയും ബിയിലെയും കോമൺ ആയ എലമെൻസിനെ ഒഴിവാക്കുന്നു. അതുകൊണ്ട് എ മൈനസ് ബിയിലെ എലമെൻസിൻ്റെ എണ്ണം കാണാനായിട്ട് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, കോമൺ എലമെൻസുകളെ ഒഴിവാക്കുന്നതുകൊണ്ട് കോമൺ എലമെൻസുകളുടെ എണ്ണം കുറച്ചാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു എൻ ഓഫ് എ എത്രയാണ്? 100 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 50. ദാറ്റ്സ് ഈക്വൽ ടു 50. അപ്പോൾ എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു 50. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ആർ. 3 സബ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്നാമത് ഫൈൻഡ് എഫ് ഓഫ് 2 ആൻഡ് എഫ് ഓഫ് മൈനസ് 2. 2 ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. ആൻഡ് 3 ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ്. ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ എഫ് ഓഫ് 2 കാണാം. എഫ് ഓഫ് 2 ഈക്വൽ ടു ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 2. ഫംഗ്ഷനകത്ത് 2 കൊടുത്താൽ മതി. മോഡുലസ് ഓഫ് 2 തന്നെ. എഫ് ഓഫ് മൈനസ് 2 ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 2. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2ൻ്റെ മോഡുലസും 2 തന്നെ. ഇനി ഇതിൻ്റെ ബി പാർട്ട് നോക്കുക. ഡ്രോ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഏതാനും പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ആ ഗ്രാഫിലെ ഏതാനും പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമുക്ക് 2 കോളംസ് വരയ്ക്കാം. എക്സ്, എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ വൈ എന്ന് എടുക്കുന്നത്. ദെൻ എക്സ് ആയിട്ട് നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ്, 0, പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും 0യും കൊടുക്കണം. ദെൻ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് അല്ലെ ഫംഗ്ഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ വാല്യൂസാണ് നമ്മൾ വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്. ദെൻ എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പോയിൻറ്റ് 0, 0. ദെൻ എക്സ് 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് 1 ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ് 1, 1. എക്സ് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് 2 എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് 2 ആവും, ദാറ്റ് ഈസ് 2. അപ്പോൾ 2, 2. എക്സ് 3 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആയിട്ട് 3 തന്നെ കിട്ടും. മോഡുലസ് ഓഫ് 3 3 ആയതുകൊണ്ട് അപ്പോൾ 3, 3 എന്നുള്ള പോയിൻറ്റ് കിട്ടും. ഇനി നമുക്ക് ഏതാനും നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാം. എക്സ് -1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് -1 ആണ്, അത് 1 ആണ്. അപ്പോൾ -1, 1. എക്സ് -2 കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് -2 ആണ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 2. -2, 2. എക്സ് -3 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് -3 ദാറ്റ് ഈസ് 3. ദെൻ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ് -3, 3. അപ്പോൾ ഇത്ര ഗ്രാഫ് വരച്ച് എക്സ് വൈ ആക്സുകൾ വരച്ച് നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് ആ പ്ലെയിനിൽ അടയാളപ്പെടുത്തണം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് വൈ ആക്സുകൾ വരയ്ക്കാം. ഇപ്പോൾ എക്സ് വൈ ആക്സുകൾ വരച്ച് ആ ആക്സിൽ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റിയൽ നമ്പേഴ്സ് ഏതാനും നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഓർക്കുക, എപ്പോഴും ഒറിജിൻ ആക്സുകൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒറിജിൻ അത് 0 ആയിട്ട് എടുക്കുക. ദെൻ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് എക്സ് ആക്സിൽ 1, 2, 3, 4 എന്ന് പോവുക. ലെഫ്റ്റ് സൈഡിലേക്ക് -1, -2, -3 എന്നുള്ള രീതിയിൽ. വൈ ആക്സിൽ ഒറിജിനിൽ നിന്ന് മുകളിലോട്ട് 1, 2, 3, 4, 5, താഴോട്ട് -1, -2, -3 എന്നുള്ള രീതിയിൽ കൊടുക്കണം. ഇനി നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഒന്ന് 0, 0 എന്നുള്ള പോയിൻറ്റ്. 0, 0 എന്ന് പറയുന്ന പോയിൻറ്റ് ഒറിജിൻ ഇത് തന്നെയാണ്. ദെൻ അടുത്ത പോയിൻറ്റ് നോക്കുക, 1, 1 ആണ്. അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 1 ആണ്. എക്സ് ആക്സിൽ നിന്നും വൈ ആക്സിൽ നിന്നും എക്സ് ആക്സിലെ 1ൻ്റെ നേരെ വൈ ആക്സിലെ 1ൻ്റെ നേരെയുള്ള പോയിൻറ്റ് ഏകദേശം ഈ ഭാഗത്ത് വരും. ഇനി അടുത്ത പോയിൻറ്റ് 2, 2 ആണ്. അതായത് എക്സ് ആക്സിലെ 2ന് നേരെ വൈ ആക്സിലെ 2ന് നേരെ വരുന്ന പോയിൻറ്റ്. ഏകദേശം ഈ ഭാഗത്തായിരിക്കും. നിങ്ങൾക്ക് ലൈൻസ് വരച്ച് ഈ 2വിൽ കൂടി ഇങ്ങോട്ടൊരു ഒരു ലൈൻ വരയ്ക്കുക. ഉണക്ക് ഈ 2വിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും 2, 2 എന്നുള്ള പോയിൻറ്റ്. ദെൻ ഉണക്ക് അടുത്ത പോയിൻറ്റ് 3, 3. 3, 3 അടയാളപ്പെടുത്താം. ഏകദേശം ഈ ഭാഗത്ത് വരും 3, 3.
ദെൻ ഇതുപോലെ അടുത്ത പോയിന്റ് നോക്കുക, -1 1 ആണ്. എക്സ് ആക്സിലെ -1 നേരെ വൈ ആക്സിലെ 1 നേരെ വരുന്ന പോയിന്റ്. അപ്പോൾ ഈ ഭാഗമായിരിക്കും. ദെൻ അടുത്തത് -2 2 ആണ്. അതായത് എക്സ് ആക്സിലെ -2 നേരെ വൈ ആക്സിലെ 2 നേരെ വരുന്ന പോയിന്റ്. എക്സ് ആക്സിലെ -2 നേരെ വൈ ആക്സിലെ 2 നേരെ വരുന്ന പോയിന്റ്. ദെൻ അടുത്തത് -3 3 ആണ്. എക്സ് ആക്സിലെ -3 നേരെ വൈ ആക്സിലെ 3 നേരെയായിട്ട് ആ പോയിന്റ് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഈ പോയിന്റ്സുകൾ ഇപ്പോൾ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന്, അവിടുന്ന് 0 0യിൽ ഒറിജിനൽ ടേൺ ചെയ്ത് വീണ്ടും മറ്റൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രാഫ് ഇവയെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇതാണ് f(x) മോഡുലസ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി നമ്മളോട് അടുത്ത പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുക, ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x). ഇതിൻ്റെ ഡൊമൈന്, നമ്മൾ ഒരു റിലേഷൻ്റെ ഡൊമൈൻ എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കുക. ആ റിലേഷൻ ഓർഡേഡ് പേഴ്സിൻ്റെ സെറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഓർഡേഡ് പേഴ്സിലെ ഫസ്റ്റ് എലമെൻറ്റ്സുകളുടെ സെറ്റാണ് ഡൊമൈന്. അപ്പോൾ ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ സെറ്റായിരിക്കും ഇതിൻ്റെ ഡൊമൈൻ. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? സാധാരണ നമ്മൾ എക്സ് കോർഡിനേറ്റ് കിട്ടാനായിട്ട് ചെയ്യുന്നത്, ഈ ഗ്രാഫിലെ ഒരു പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നിന്നും എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിലെ ഏത് വാല്യൂവിലാണോ മീറ്റ് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഗ്രാഫിൻ്റെ ഒരു പോർഷൻ മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. ഗ്രാഫ് രണ്ട് സൈഡിലേക്ക് ഇൻഫിനിറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് എക്സ് ആക്സിലെ ഈ ഭാഗത്തുള്ള എല്ലാ വാല്യൂസിലും വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ് ആക്സിലെ മുഴുവൻ വാല്യൂസും ഏതെങ്കിലുമൊക്കെ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ്സ് ആയിട്ട് വരും. അതുകൊണ്ട് ഇതിൻ്റെ ഡൊമൈന് 6 ആണ്. കാരണം എക്സ് ആക്സിൽ റിയൽ നമ്പേഴ്സാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട്, റേഞ്ച് മീൻസ് വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. ഈ ഗ്രാഫിലെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സിൻ്റെ സെറ്റാണ്. ഇനി ഇപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ ഈ പോയിൻറ്റിൽ നിന്നും വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് വൈ ആക്സിലെ ഏത് വാല്യൂവിലാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തു നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സൊക്കെ വൈ ആക്സിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും വന്ന് മീറ്റ് ചെയ്യുക. അതായത് വൈ ആക്സിൻ്റെ ഈ ഭാഗത്തെ വാല്യൂസ് എല്ലാം ഈ ഗ്രാഫിലെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരും. ഇനി അതുപോലെ വൈ ആക്സിലെ നെഗറ്റീവ് വാല്യൂസ് ഒന്നും വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരില്ല. കാരണം ഈ ഭാഗത്തുനിന്നും പെർപെൻഡിക്കുലർ ഒന്നും മീറ്റ് ചെയ്യല്ലോ. ഗ്രാഫ് വൈ ആക്സിൻ്റെ പോസിറ്റീവ് പാർട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും. അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി കൂടാതെ 0 0യും ഈ ഗ്രാഫിലെ ഒരു പോയിൻ്റാണ്. അതായത് 0യും ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ആയിട്ട് വരും. അപ്പോൾ 0 മുതൽ ഉള്ള പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, 0യും മറ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സും ആയിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക, അഥവാ ഇതിൻ്റെ റേഞ്ചിൽ ഉണ്ടാവുക. അപ്പോൾ റേഞ്ച് ഈസ് ഈക്വൽ ടു 0 മുതലുള്ള റിയൽ നമ്പേഴ്സാണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. 0 ഉൾപ്പെടുന്നതുകൊണ്ട് 0 സൈഡ് ക്ലോസ് കൊടുക്കുക, 0 ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഏത് ഭാഗത്താണ് വരുന്നത്, വൈ ആക്സിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് നോക്കുക. ആ ഭാഗത്തെ വാല്യൂസ് എല്ലാം ആയിരിക്കും അതിൻ്റെ റേഞ്ചിലുണ്ടാവുക. പലതവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. നമുക്കറിയാം, നമുക്ക് സൈനിൻ്റെ വാല്യൂസ് അറിയാവുന്നതല്ല. നമ്മൾ കാണാതെ പിടിച്ച് വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയായിരിക്കും: 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത്രയും ആംഗിൾസിൻ്റെ വാല്യൂസ് ആയിരിക്കും നമുക്കറിയാം. 0 ഡിഗ്രിയുടെ വാല്യൂ 0 തന്നെ, സൈൻ വാല്യൂ 0 തന്നെ, 30 ഡിഗ്രിക്ക് 1/2, 45 ഡിഗ്രിക്ക് 1/√2, 60 ഡിഗ്രിക്ക് √3/2, 90 ഡിഗ്രിക്ക് 1. ഇനി കോസിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ഇത് തന്നെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. അതായത് 1 √3/2, 1/√2, 1/2, 0. ടാൻ കിട്ടാൻ എന്ത് ചെയ്യണം? സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0/1 0 വരും. അടുത്ത് ടാൻ 30 ഡിഗ്രി ആണെങ്കിൽ സൈൻ 30യെ കോസ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/√3 വരും. ഇത് അംശം 1/√2/1/√2, അത് 1 തന്നെയാണ്. അടുത്ത √3/2 ഇൻറ്റു 1/2 √3 വരും. പിന്നെ 1/0, 0 കൊണ്ടുള്ള ഡിവിഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്, അതപ്പോൾ നോട്ട് ഡിഫൈൻഡ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾസാണ് ഇതിൻ്റെ വാല്യൂസാണ് നമ്മൾ സാധാരണയായിട്ട് അറിയാവുന്നത്. ഇതിൽ നിങ്ങൾ സൈൻ മാത്രം കാണാൻ പഠിക്കുക, ബാക്കിയുള്ളത്
ഇതേ രീതിയിൽ സൈനിൻ്റെ വാല്യൂസ് തന്നെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ കോസിൻ്റെ വാല്യൂസ് കിട്ടും. ഇനി സൈനിൻ്റെ വാല്യൂവിനെ കോസിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടാനിൻ്റെ വാല്യൂവും കിട്ടും. നമുക്ക് സൈൻ 75ൻ്റെ വാല്യൂ 75 ഡിഗ്രിയുടെ വാല്യൂ കാണണമെങ്കിൽ ഈ 75 ഡിഗ്രിയെ നമുക്കറിയാവുന്ന ആംഗിൾസിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ. സൈൻ എക്സ് പ്ലസ് വൈ നമുക്കറിയാം. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുക. സൈൻ എക്സ് പ്ലസ് വൈ കോസ് എക്സ് പ്ലസ് വൈ, അതുകൊണ്ട് സൈൻ എക്സ് മൈനസ് വൈ കോസ് എക്സ് മൈനസ് വൈ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷനാണ് ഇവിടെ വേണ്ടത്, അത് മാത്രം എഴുതുന്നു. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു ഇവിടെ. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, അതുപോലെ ഈ ആംഗിൾസിൻ്റെ വാല്യൂസും. അപ്പോൾ സൈൻ 75 ഡിഗ്രിയെ ഇങ്ങനെ എഴുതുന്നു. നമുക്കറിയാവുന്ന രണ്ട് ആംഗിൾസ്, അതായത് 45 30 കൂടെ കൂട്ടിയാൽ 75 കിട്ടും. അപ്പോൾ നമുക്ക് അറിയാവുന്ന സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. ഇനി ഈ സൈൻ 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രിയെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് 45 ഡിഗ്രിയും വൈയുടെ സ്ഥാനത്ത് 30 ഡിഗ്രിയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സൈൻ 45 ഡിഗ്രി കോസ് വൈ, അപ്പോൾ കോസ് 30 ഡിഗ്രി ഇൻറ്റു കോസ് 30 ഡിഗ്രി പ്ലസ് കോസ് എക്സ്, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 45 ഡിഗ്രി, അപ്പോൾ കോസ് 45 ഡിഗ്രി ഇൻറ്റു സൈൻ വൈ, സൈൻ വൈയുടെ സ്ഥാനത്ത് 30 ഡിഗ്രി, അപ്പോൾ സൈൻ 30 ഡിഗ്രി. ഇനി ഇതിൻ്റെ വാല്യൂസ് അങ്ങ് എഴുതിയാൽ മതി. സൈൻ 45 ഡിഗ്രി നമുക്കറിയാം 1/√2 ഇൻറ്റു കോസ് 30 ഡിഗ്രി, കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ √3/2 പ്ലസ് കോസ് 45 ഡിഗ്രി, കോസ് 45 ഡിഗ്രി 1/√2 ഇൻറ്റു സൈൻ 30 ഡിഗ്രി 1/2. നോക്കുക, സൈൻ 30 ഡിഗ്രി 1/2 ആണ്. ഇനി ഇത് സിമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററായിട്ടും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററായിട്ടും എഴുതുക. 1 × √3 √2 × 2 എന്നുള്ളത് നമുക്ക് 2√2 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ 1 × 1 1/2√2, ഡിനോമിനേറ്റർ കോമൺ ആണ്, 2√2 ആണ്. അപ്പോൾ നമുക്കിത് √3 + 1/2√2 എന്ന് എഴുതാം. അപ്പോൾ സൈൻ 75 ഡിഗ്രിയുടെ വാല്യൂ √3 + 1/2√2. ഇത് നന്നായിട്ട് പഠിച്ചിരിക്കുക, ഈ ഇക്വേഷനും പഠിച്ചിരിക്കുക. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സൈൻ 75 ഡിഗ്രി. ഇതുപോലെ തന്നെ കോസ് 75 ഡിഗ്രി കാണാം, സൈൻ 15 ഡിഗ്രി കാണാം. സൈൻ 15 ഡിഗ്രി കാണാൻ 45 - 30 എടുത്തു കഴിഞ്ഞാൽ 15 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 1/2 + 1/4 + 1/8 etc. + 1/2n is equal to 1 - 1/2n. ദെൻ നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്നെഴുതണം. ലെറ്റ് പി ഓഫ് എൻ 1/2 + 1/4 + 1/8 + etc. + 1/2n ഈക്വൽ ടു 1 - 1/2n. ഇപ്പം സാധാരണഗതിയിൽ ക്വസ്റ്റ്യനിൽ പി ഓഫ് എൻ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ലെങ്കിൽ നമ്മളത് പി ഓഫ് എൻ എന്നെഴുതുക. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n 1 ആകുമ്പോൾ, അതായത് പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് n 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർ n = 1 പി ഓഫ് 1 അപ്പോൾ എന്ത് വരും? ഇവിടെ n 1 കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ ജനറൽ ടേം എന്ന് പറയുന്നത് 1/2n ആണെന്നുള്ളത് ഓർക്കുക. ഇത് കണക്ക് സീരീസ് ആയിട്ട് തന്നിരിക്കുന്നതിൽ n 1 കൊടുക്കുമ്പോൾ നിങ്ങൾ LHSൽ ഫസ്റ്റ് ടേം മാത്രം എടുക്കുക. അപ്പോൾ 1/2 = RHSൽ എന്ത് വരും? RHSൽ ഈ n 1/2n n പകരം 1 കൊടുക്കുക. 1 - 1/2 എന്നാണ് വരുന്നത്. അപ്പോൾ LHS എന്ത് വരും? ഇതിനകത്ത് LHS = 1/2, RHS = 1 - 1/2. 1/2 1/2, ദാറ്റ് ഈസ് 1/2 തന്നെ. അപ്പോൾ LHS RHS ഈക്വൽ ആണല്ലോ. ദെർഫോർ LHS = RHS. ദെർഫോർ P of 1 ഈസ് ട്രൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം P of n ഈസ് ട്രൂ ഫോർ n = 1. അപ്പോൾ P of 1 ട്രൂ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n = kയ്ക്ക്
പി ഓഫ് എൻ ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ n is equal to k. n is equal to kക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് അസ്യൂം ദാറ്റ് n is equal to k ആകുമ്പോൾ നമ്മൾ പി ഓഫ് കെ എന്നാണ് പറയുന്നത്. പി ഓഫ് കെ അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. പി ഓഫ് കെ എഴുതുമ്പം LHS നോക്കുക. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ പോകണം. 1/2 എന്ന് എഴുതുക. കെ ടേംസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് 1/2 വരും 1/2 എന്ന് എഴുതുക. അപ്പോൾ ഇത് കെ ടേംസ് ഉണ്ടാവും. അവർക്ക് ഇത് 1/2, ഇത് 1/2 സ്ക്വയർ, 1/2 ക്യൂബ് ഒക്കെയാണ്. 2 ക്യൂബ് 8 ആണല്ലോ, 1/2 ആണിത്. അങ്ങനെയാണ് പോകുന്നത്. ഈക്വൽ ടു RHS എന്താണ്? RHSൽ ഈ എന്നിന് പകരം 1 മൈനസ് 1/2 ആണല്ലോ, അതിനകത്ത് എന്നിന് പകരം കെ കൊടുക്കുക. 1 മൈനസ് 1/2 ഈസ് ട്രൂ. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് n ഈക്വൽ ടു k+1 ആകുമ്പോൾ പി ഓഫ് എൻ ട്രൂ ആണെന്നാണ്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of n is true for n is equal to k+1. ഇനി k+1 ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് ടു പ്രൂവ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? P of k+1 n k+1 ആകുമ്പോൾ നമുക്ക് P of k+1 എഴുതാം സ്റ്റേറ്റ്മെൻറ്റിന്. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ്. അപ്പം ശരിക്കും വേണ്ടത് 1/2 എന്നാണ് വരേണ്ടത്. അതായത് എന്നിന് പകരം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം k+1 കൊടുക്കുക. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ്. പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/2 എഴുതി. ഇപ്പോൾ പി ഓഫ് കെ വരെ നമ്മൾ എഴുതി. അടുത്ത ടേം ആയിട്ട് k+1 1/2 എഴുതുക. ഇതാണ് പി ഓഫ് k+1. അപ്പോൾ അതിന് പി ഓഫ് കെയും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാൻ. പി ഓഫ് കെ വരെ കെ ടേംസ് പി ഓഫ് k+1 എന്ന് പറയുമ്പോൾ k+1 ടേമായിട്ട് 1/2 ഈക്വൽ ടു RHSൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എന്ത് കൊടുത്താൽ മതി? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം k+1 കൊടുത്താൽ മതി. 1 മൈനസ് 1/2 ഈസ് ട്രൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് LHS എടുക്കാം. LHS ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 പ്ലസ് 1/2 ഈക്വൽ ടു. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഭാഗം എന്തുണ്ട്? പി ഓഫ് കെയിൽ ഉൾപ്പെട്ടതാണ്. ഇത്രയും ഭാഗം 1/2 വരെയുള്ളത്. നോക്കിയേ 1/2 അതിൻ്റെ വാല്യൂ 1 മൈനസ് 1/2 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ ഉപയോഗിക്കാം. 1 മൈനസ് 1/2 എന്ന് കൊടുക്കുക ഇത്രയും ഭാഗത്തിന്. ഇതിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ 1/2 എഴുതി പ്ലസ് 1/2 അടുത്ത ടൈം എഴുതിയത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1 മൈനസ് 1/2. അപ്പോൾ ഇത് നമുക്ക് സീരീസ് മീൻസ് സം ഓഫ് ടേംസ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ നമ്മൾ ഇതേ രീതിയിൽ എടുക്കുക. പ്ലസ് ലാസ്റ്റ് ടൈം 1/2 ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ RHS 1 മൈനസ് 1/2 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ 1 വരെ കിട്ടി. ഇനി എന്താണ്? 1/2 ഈ ബാക്കിയുള്ള രണ്ട് ടേംസിനെ സിംപ്ലിഫൈ ചെയ്ത് 1/2 ആക്കണം. 1 മൈനസ് 1/2 എന്നാണ് വേണ്ടത്. ഇത് ഈ ഭാഗം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് 1/2 ആക്കണം. നമുക്ക്
ദാറ്റ് ഈസ് 1 മൈനസ്, അപ്പോൾ ഇതിനകത്ത് 1/2 ഉണ്ടല്ലോ ഈ രണ്ട് ടേമിലും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2 1 മൈനസ് 1/2 പ്ലസ് 1 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം, 1/2 ഇൻറ്റു 2 എന്നാവുമല്ലോ. ഇപ്പോൾ 2 വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ 2ൻ്റെ എണ്ണം കൂടും. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 2ൻ്റെ എണ്ണം ഒരു പ്രാവശ്യം കൂടെ കൂടി 2k+1 ആവും. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 പ്ലസ് 1/2 ഇൻറ്റു 1/2 എന്ന് നമുക്ക് എഴുതാം. 1/2 ഇൻറ്റു 1/2 വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് ഓർക്കുക, പിന്നെ സംഖ്യകൾ ഗുണിക്കുന്നത് എങ്ങനെ, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുന്നു, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ ഇത് തന്നെ കിട്ടും നമുക്ക്. ഇനി ഈ രണ്ട് ടേംസിലും 1/2 കോമൺ ആണ്, അപ്പോൾ അത് നമുക്ക് എടുക്കാം. 1 മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1/2 ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ 1 വരും, ഗുണിച്ച് കഴിയുമ്പോൾ മൈനസ് 1/2 കിട്ടും. ഇനി ഇവിടെ പ്ലസ് ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെടുക്കണം, മൈനസ് 1/2 എന്ന് എടുക്കണം. എന്നാലേ ഈ മൈനസും കൂടെ ഗുണിച്ച് കഴിയുമ്പം എന്ത് കിട്ടുള്ളൂ, പ്ലസ് 1/2 ഇൻറ്റു 1/2 എന്ന് കിട്ടുള്ളൂ. ഓർക്കുക, ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഇതിനോട് തുല്യമായി കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബ്രാക്കറ്റിനകത്ത് മൈനസ് എടുക്കണം, എന്നാലേ ഈ മൈനസും കൂടെ പ്ലസ് ആയി കിട്ടുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/2 എത്രയാണ്, 1/2 തന്നെ, 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഇൻറ്റു 2 എന്ന് വരും അല്ലേ. ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക, ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 അർത്ഥം എന്താണ്, k ടൈംസ് 2 ഗുണിച്ചിരിക്കുന്നു, അതിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ കൂടും, അപ്പോൾ 2k+1 നമുക്കുള്ള RHS ആയില്ലേ. നോക്കി, 1 മൈനസ് 1/2k+1 ഈക്വൽ ടു RHS. ഇപ്പോൾ LHS RHS ഈക്വൽ ആയതുകൊണ്ട് എന്താണ്, ദെർഫോർ P ഓഫ് k+1 ഈസ് ട്രൂ എന്ന് നമുക്ക് എഴുതാം. ട്രൂ. ദെർഫോർ ബൈ mathematical induction P of n is true for all n belongs to n. Write z equal to 2 plus 3i by 1 plus 2i in the form a plus ib. നമുക്ക് തന്നിരിക്കുന്ന z equal to 2 plus 3i by 1 plus 2i. ഡിനോമിനേറ്റർ നോക്കുക, 1 പ്ലസ് 2iയുടെ ആണ്, അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. 1 പ്ലസ് 2iയുടെ കോഞ്ചുഗേറ്റ് 1 മൈനസ് 2i. ഈ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3i ഇൻറ്റു 1 മൈനസ് 2i ബൈ 1 പ്ലസ് 2i ഇൻറ്റു 1 മൈനസ് 2i. ഈ ന്യൂമറേറ്റർ സാധാരണ കണക്ക് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു 1 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2i മൈനസ് 4i പ്ലസ് 3i ഇൻറ്റു 1 3i പ്ലസ് 3i ഇൻറ്റു മൈനസ് 2i. അപ്പം 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 വരും, i ഇൻറ്റു i സ്ക്വയർ മൈനസ് 6i സ്ക്വയർ ബൈ ഡിനോമിനേറ്റർ നോക്കുക, a പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്നുള്ള രൂപത്തിലാണ്. a പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദെർഫോർ 1 പ്ലസ് 2i ഇൻറ്റു 1 മൈനസ് 2i ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, which is equal to 1 square plus 2 square ആണ്, which is equal to then 2 plus minus 4iയും 3iയും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് i പ്ലസ് മൈനസ് 6 ഇൻറ്റു i സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് 1 ബൈ 1 പ്ലസ് 4 which is equal to 2 plus minus i plus minus 6 into minus 1 6 by 5 that's equal to 6 6 into 8 8 minus i by 5 എന്ന് വരും. that's equal to 8 by 5 minus 1 by 5 i a plus ib എന്നുള്ള രൂപത്തിലായി. ഓക്കെ, solve 4x plus 3 less than 3x plus 7. represent the solution on the number line. നമുക്ക് 4x plus 3 less than 3x plus 7 ലെഫ്റ്റ് സൈഡിൽ
ആണ് എക്സ് കൂടുതലുള്ളത്. 4x ഇവിടെ റൈറ്റ് സൈഡ് 3x ആണല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ 3xനെ ഒഴിവാക്കാനായിട്ട് 3x രണ്ട് സൈഡിൽ നിന്നും കുറയ്ക്കാം. ദാറ്റ് ഈസ് 4x പ്ലസ് 3 മൈനസ് 3x ലെസ് ദാൻ 3x പ്ലസ് 7 മൈനസ് 3x. 4x നും 3x പോയാൽ x പ്ലസ് 3 ലെസ് ദാൻ 3x നും 3x പോയി 7 കിട്ടും. ഇനി ഇവിടെ 3 ഉണ്ട്, ആ 3യെ ഒഴിവാക്കാനായിട്ട് ഇവിടെ നിന്ന് 3 കുറയ്ക്കുക. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് 3 കുറയ്ക്കുക. or x plus 3 minus 3 less than 7 minus 3 or x less than 7 minus 3 എത്രയാണ് 4. ഇതാണ് സൊല്യൂഷൻ. ഇനി നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ലൈൻ വരയ്ക്കുക. 0 1 2 3 4 5 -1 -2 -3 -4 ദെൻ എക്സ് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ 4ൻ്റെ അവിടെ ഒരു ഡാർക്ക് ചെയ്യാത്ത സർക്കിൾ കൊടുക്കുക. ഈ ഡാർക്ക് ചെയ്യാത്ത ബബിള് ആ 4 എന്നുള്ള പോയിൻ്റ് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. ദെൻ അതിന് പുറകോട്ടുള്ള ഭാഗം നമ്മൾ എക്സ് 4നേക്കാൾ കുറവാണല്ലോ, അപ്പോൾ 4ൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഡാർക്ക് ചെയ്യുക. ഈ ലൈനിൽ കൂടി തന്നെ ഡാർക്ക് ചെയ്ത് പോവുക. ഇതാണ് എക്സ് ലെസ് ദാൻ 4 എന്ന് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇൻ എ GP, third term is 24, sixth term is 192. Find the common ratio and the 10th term. അപ്പോൾ തേർഡ് ടേമിനെ നമുക്ക് A3 എന്ന് സൂചിപ്പിക്കാം. A3 is equal to 24, then A6 equal to 192. നമുക്ക് GPയുടെ nth ടേം ഓർക്കുക. AN is equal to A into R raised to n-1 ആണ്. A ഫസ്റ്റ് ടേമും R കോമൺ റേഷ്യോ. ദെൻ അപ്പോൾ A3 equal to 24, A3 equal to എന്തോരും AR raised to 3 minus 1, that is AR square, and A6 equal to AR raised to 5. Therefore AR square equal to 24 and AR raised to 5 equal to 192 എന്ന് കിട്ടി. ഇനി നമുക്കിതിൽ നിന്ന് R കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി AR raised to 5 by AR സ്ക്വയർ എടുക്കാം, കാരണം A ക്യാൻസൽ ആയിക്കോളും. ഈക്വൽ ടു 192 by 24, therefore A ക്യാൻസൽ ആവും. ദെൻ R raised to 5 by R സ്ക്വയർ, ദാറ്റ് ഈസ് R ക്യൂബ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ദിസ് ഇംപ്ലൈസ് R ഈക്വൽ ടു 2. 2ൻ്റെ ക്യൂബാണ് 8, അപ്പോൾ R ഈക്വൽ ടു 2. കോമൺ റേഷ്യോ 2 കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് 10th ടേം കാണണം. അപ്പോൾ 10th ടേം കാണുന്നതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടേമും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം 10th ടേം കാണാം. AR square equal to 24. This implies A into 2 square equal to 24, implies A into 4 is equal to 24. This implies A equal to 24 by 4 equal to 6. അപ്പോൾ ഫസ്റ്റ് ടേം 6 കിട്ടി. ഇനി 10th ടേം ഈക്വൽ ടു AR raised to 9 വരും. ദാറ്റ്സ് ഈക്വൽ ടു 6 into 2 raised to 9. That's equal to 6 into 2 raised to 9, 512 ആണ്, equal to 3072. Okay. Limit x tends to x raised to n minus a raised to n by x minus a equal to dash. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. ഈ റിസൾട്ട് കാണാതെ പഠിച്ചിരിക്കണം. ഇത് ഉപയോഗിച്ച് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ റിസൾട്ട് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാവുന്നൊരു ലിമിറ്റാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽസ് ആണ്. എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സീറോസ് ആവും. അത് 0/0 ഫോം വരും. അതുകൊണ്ട് നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്ത് വേണം ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ റിസൾട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതണം. അപ്പോൾ നോക്കുക, എക്സ് സ്ക്വയർ മൈനസ് ഇത് 4 ആണ്. അപ്പോൾ ഇവിടെയും 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് ഇത് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഇപ്പോൾ നോക്കുക, ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എന്നുള്ള രൂപത്തിലായി. എയുടെ സ്ഥാനത്ത് 2 വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്തും 2, എയും എന്നും 2 ആണ്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാം. n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എയുടെ സ്ഥാനത്തും 2 റൈസ് ടു 2 മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു
2 raised to 1, that is 2 into 2, 4. Prove by the method of contradiction root 7 is irrational. ഈ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് എന്ന്, അതായത് റൂട്ട് 7 ഇറാഷണൽ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. റൂട്ട് 7 ഇറാഷണൽ അല്ലെങ്കിൽ റൂട്ട് 7 എന്തായിരിക്കണം? റാഷണൽ ആയിരിക്കണം. അസ്യൂം ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ. റൂട്ട് 7 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി റാഷണൽ ആണെങ്കിൽ അവിടെ രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ടാവും, എയും ബിയും രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ടാവും. റൂട്ട് 7 എ ബൈ ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. Then there exist two positive integers a and b such that root 7 equal to a by b and where a and b have no common factors, where a and b have no common factors. ഇപ്പോൾ ഏത് റാഷണൽ നമ്പറിനെയും നമുക്ക് ഈ രൂപത്തിൽ എ ബൈ ബി എന്നുള്ള രൂപത്തിൽ എഴുതാം, എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലാതെ. ഇനി നമുക്കിതിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് we get 7 equal to a square by b square. This implies a square equal to 7b square. ഇനി ഇതിൻ്റെ മീനിങ് എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് 7 ഗുണം ബി സ്ക്വയർ ആണ്. അതായത് എ സ്ക്വയറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എ സ്ക്വയറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് 7 ഡിവൈഡ്സ് എ. 7 കൊണ്ട് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാം. 7 ഡിവൈഡ്സ് എ സ്ക്വയർ. 7 എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനും ഡിവൈഡ് ചെയ്യും? 7 ഡിവൈഡ്സ് എ. അപ്പോൾ 7 കൊണ്ട് എ ഡിവൈഡ് ചെയ്യാം. ഇനി 7 കൊണ്ട് എ ഡിവൈഡ് ചെയ്യാമെങ്കിൽ അവിടെ വേറൊരു നമ്പർ ഉണ്ടാവും, സി എന്നൊരു നമ്പർ നമുക്ക് എടുക്കാം. ദെൻ there is an integer c such that a equal to 7c. 7 കൊണ്ട് എ ഡിവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് സി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 7c ആയിരിക്കും എ ഈക്വൽ ടു 7c. നമുക്ക് വീണ്ടും സ്ക്വയർ ചെയ്യാം. എ ഈക്വൽ ടു 7c ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഇംപ്ലൈസ് എ സ്ക്വയർ ഈക്വൽ ടു 49c സ്ക്വയർ ആയിരിക്കും. എ സ്ക്വയർ എന്ന് പറയുന്നത് 49c സ്ക്വയർ ആയിരിക്കും. ഇനി നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു എ സ്ക്വയർ ഈക്വൽ ടു 7b സ്ക്വയർ. ദിസ് ഇംപ്ലൈസ് 7b സ്ക്വയർ ഈക്വൽ ടു 49c സ്ക്വയർ. ഈ 7 രണ്ടിടത്തും കോമൺ ഫാക്ടർ ആണല്ലോ, ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബി സ്ക്വയർ ഈക്വൽ ടു 7c സ്ക്വയർ എന്ന് കിട്ടും. ബി സ്ക്വയർ ഈക്വൽ ടു 7c സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? 7 ഗുണം സി സ്ക്വയർ ആണ് ബി സ്ക്വയർ. അതായത് ബി സ്ക്വയറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് 7 ഡിവൈഡ്സ് ബി സ്ക്വയർ. ദിസ് ഇംപ്ലൈസ് 7 ഡിവൈഡ്സ് ബി. ബി സ്ക്വയറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ബിയെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ദെൻ 7 കൊണ്ട് ബി എ ഡിവൈഡ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ല എന്ന്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 7 കൊണ്ട് എ ഡിവൈഡ് ചെയ്യാമെന്ന് കണ്ടു. ഇപ്പം നമുക്ക് 7 കൊണ്ട് ബി എയും ഡിവൈഡ് ചെയ്യാമെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? 7 എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണെന്നാണ് നമ്മൾ. ദാറ്റ് ഈസ് ദെൻ 7 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് both A and B. Which contradicts
our assumption that A and B have no common factor. എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ല എന്നുള്ള നമ്മുടെ അസംഷന് എതിരാണത്. ദെയർഫോർ അവർ അസംഷൻ ദാറ്റ് റൂട്ട് 7 ഈസ് റാഷണൽ എന്ന് പറയുന്നത് നമ്മുടെ അസംഷൻ എന്താണ്? റോങ് ആണ്. ദെയർഫോർ അവർ അസംഷൻ റൂട്ട് 7 ഈസ് റാഷണൽ is wrong. Hence root 7 is irrational. If A and B are two events of a random experiment such that P of A equal to 1/4, P of B equal to 1/2 and P of A and B equal to 1/8, then find P of A or B and P of not A and not B. അപ്പോൾ ഇതിനകത്ത് ഈ ടേംസ് ഒക്കെ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എഴുതാം. P of A equal to 1/4, P of B equal to 1/2. ഇനി തന്നിരിക്കുന്നതാണ് P of A and B equal to 1/8. A and B എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? A ഇൻ്റർസെക്ഷൻ B ആണ്. ദാറ്റ് ഈസ് P of A intersection B equal to 1/2 അല്ല 1/8 ആണ്. 1/8 P of A intersection B equal to 1/8. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? P of A or B ആണ്. P of A or B. P of A or B എന്ന് പറഞ്ഞാൽ P of A യൂണിയൻ B ആണ്. P of A യൂണിയൻ B. P of A യൂണിയൻ B യുടെ ഇക്വേഷൻ അറിയാമല്ലോ. ഇതാണ് P of A plus P of B minus P of A intersection B, which is equal to P of A യുടെ വാല്യൂ എത്രയാണ്? 1/4 plus 1/2 minus 1/8 ഈക്വൽ ടു. ഇത് ഈ രീതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമുക്ക് ഈ 4ഉം 2ഉം എല്ലാം 8ൻ്റെ ഡിവൈസേഴ്സ് ആണല്ലോ. അപ്പോൾ 4നെയും 2നെയും ഒക്കെ 8 ആക്കിയാൽ മതി. 4നെ 8 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2/8 പ്ലസ് ഇവിടെ 2നെ 8 ആക്കാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4/8 മൈനസ് 1/8 വിച്ച് ഇസ് ഈക്വൽ ടു, നോക്കുക ഡിനോമിനേറ്റർ സെയിം ആയല്ലോ, 8. ദെൻ 2 + 4 - 1. 2 + 4 6 - 1 ദാറ്റ് ഈസ് 5/8 എന്ന് കിട്ടും. അപ്പോൾ P of A or B എത്രയാണ്? 5/8. ഇനി അടുത്ത പാർട്ട് നോക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of not A and not B. നമുക്കറിയാം നോട്ട് എ എന്നുള്ളത് എ കോംപ്ലിമെൻ്റ് ആണ്. അതായത് P of A കോംപ്ലിമെൻറ്റ് ആൻഡ് B കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് P of A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി P of A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഡിമോർഗൻ ലോ ഒക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് ആണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു P of A യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. സിൻസ് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ആദ്യം P of A യൂണിയൻ ബി കാണുക, ദെൻ P of A യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. അപ്പം നമുക്ക് P of A യൂണിയൻ ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഈക്വൽ ടു 1 - P of A യൂണിയൻ ബി ആയിരിക്കും. A യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 - പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ ബി, ദാറ്റ് ഈസ് 1 - 5/8. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8/8 - 5/8 ഈക്വൽ ടു 3/8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് P of not A and not B equal to 3/8. Okay.